നിനക്കിപ്പോ ക്യൂടെക്സ് എന്തിനാ? ഈ അടുക്കളപ്പണി എടുക്കുന്നത് നിനക്ക് എന്നാ ക്യൂടെക്സ്? മര്യാദയ്ക്ക് വല്ല പാത്രം കഴുകാൻ നോക്കി. പോവാൻ നോക്ക്. അവിടെ ഇഷ്ടം പോലെ പാത്രം കഴുകാനും പണിയുണ്ട്. ചെല്ലേ. നീ ഇങ്ങനെയാണോ വെള്ളം കുടിക്കുന്നത്? നിനക്കൊരു ഗ്ലാസ് എടുത്തിട്ട് വെള്ളം കുടിച്ചോടെ അടുക്കളേന്? മറ്റുള്ളവർക്ക് കുടിക്കുന്ന വെള്ളം നിനക്ക് ഓർത്തോടെ? ചോറ് വാരിത്തരാനോ? 10-15 വയസ്സായി. ചെല്ലങ്ങോട്ട്. അവിടെ ചോറ് ഇരിപ്പുണ്ട്. ചോറും കറിയൊക്കെ ഇരിപ്പുണ്ട്. വേണേ ഇപ്പൊ തിന്നെ. എനിക്ക് വാരിത്തരലില്ല. വാരിത്തരാൻ നിന്റെ തള്ളേനെ വിളിക്കും. ചെല്ലേ. അതിന്റെ കൂടെ കളിക്കാനൊന്നും പോകണ്ട കേട്ടോ. ഓരോ ദുഷ്ട സ്വഭാവമാക്കി വെക്കണ്ട കേട്ടോ. ഹലോ, ആ രമ്യ, നമ്മൾ പുറത്തു പോണെന്ന് പറഞ്ഞിട്ട് എന്തായി? ആണോ? എന്നാ വൈകിട്ടത്തെ ചെലവ് എന്റെ വക. നമുക്ക് പുറത്തു പോകാം. അവിടെ പിന്നെ ഇവിടെ സുമേഷ് വരുന്നുണ്ട്, അനീഷ് വരുന്നുണ്ട്, പിന്നെ അതുപോലെ തന്നെ രമ്യ, മറ്റേ രമ്യല്ലേ നമ്മുടെ കുഞ്ഞി രമ്യ. ആ, എല്ലാരും ഉണ്ട്. ആ സത്തിനൊന്നും ഞാൻ കൂട്ടുന്നില്ല. എനക്ക് എന്തിന്റെ കേടാ? കുഞ്ഞോളുണ്ട്, കുഞ്ഞുണ്ടാവും. പിന്നെ ഈ ആ ആസത്തിനെ മരിച്ചു കെട്ടി കൊണ്ടുവരാനിട്ടാ. ഇവിടെ വീട്ടിലാരെയും വേണ്ടേ? പറയണ്ട, മാരണം. എന്തിന്? ഓക്കുള്ള ചോറ് ഇരിപ്പുണ്ട് അവിടെ. അതിൽ ഇച്ചിരി പച്ചവെള്ളം ഒഴിച്ചിട്ട് കുടിക്കണ്ട. പിന്നെ അത്ര വലിയ പെൺകുട്ടിയാന്ന് പറഞ്ഞിട്ട് എണ്ണ ഉണ്ടാക്കാനാ? പുറത്തുനിന്ന് പാത്രം കൂട്ടി താക്കോലും ഉണ്ടാവാം. അല്ലെ പിന്നെ അയൽപക്കത്ത് കൂടെ ചുറ്റലായിരിക്കും ഇവിടെ. എന്നാ ശരി, നമുക്ക് വൈകിട്ട് കാണാം. ആ, ആയിക്കോട്ടെ. നമുക്കിന്ന് എവിടെ പോണം? നമ്മുടെ ബീച്ചിൽ പോകും, ഹോട്ടലിൽ പോകും. കുറേ ആന്റിമാര് വരുന്നുണ്ട്. ആ, കൊച്ചിനെ ചുന്ദരിയാക്കി കൊണ്ടോണ്ടേ? നല്ല മോളാട്ടോ. അവിടെ വന്ന് വഴക്കൊന്നും ഉണ്ടാക്കരുത് കേട്ടോ. നമുക്കിന്ന് പുതിയ വളയൊക്കെ വാങ്ങണ്ടേ? വള വാങ്ങണം, ഉടുപ്പ് വാങ്ങണം. ഐസ്ക്രീമോ? എങ്ങോട്ട്? ഞങ്ങൾ പോകുന്നിടത്തുകൂടി ഒക്കെ നിന്നെ കൊണ്ടുപോകാൻ പറ്റുമോ? നീ ഇവിടുത്തെ പണിയൊക്കെ എടുത്തിട്ട് ഇവിടെ ഇരുന്നോ. ഞങ്ങൾ വരുമ്പോഴത്തേക്ക് അവിടെ ചോറ് ഇരിപ്പുണ്ടാവും. ആ ചോറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് കഴിച്ചോ. ഞങ്ങൾ പുറത്ത് പോയിട്ട് വരും. അല്ലെ പോകുന്നോട്ട് മൊത്തം നിന്നെ ഇപ്പൊ കൊണ്ടുപോകാനൊന്നും ഇവിടെ പറ്റില്ല. പോകാൻ നോക്കി ഇങ്ങനെ നിൽക്കാതെ.
അയ്യോ പഠിക്കുന്നുണ്ടല്ലോ നമുക്ക്. അമ്മ അമ്മ ഇതാ കാപ്പി. ഞാൻ ഇത്രയൊക്കെ ഉപദ്രവിച്ചിട്ടും എനിക്കൊരു വയ്യാതെ വന്നപ്പം മോള് തന്നെയല്ലേ ഉണ്ടായുള്ളൂ. ഇനി ഞാൻ ഒരിക്കലും ഉപദ്രവിക്കില്ല കേട്ടോ. ഇനി എന്തായാലും മോളെ ഉപദ്രവിക്കില്ല. മോളായിരിക്കും എൻ്റെ മൂത്ത മോള്. ഒരുപാട് ഉപദ്രവിച്ചു.